എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബുദ്ധി സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഇന്റലിജൻസ്. ബുദ്ധിയെക്കുറിച്ച് ഒട്ടേറെ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ ഒക്കെ തന്നെ ബുദ്ധിയുടെ ഘടനയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആദ്യകാല സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന തിയറീസ്. ഫസ്റ്റ് വൺ, ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. സെക്കൻഡ് വൺ, മനോഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മെന്റൽ ഫാക്കൽറ്റി തിയറി. തേർഡ്, ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി ബൈ ചാൾസ് പിയർമാൻ. ഫോർത്ത്, ബഹുഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി ബൈ തൊണ്ടേക്ക്. ഫിഫ്ത്ത്, സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി ബൈ തേഴ്സ്റ്റൺ. സിക്സ്ത്, ത്രിമുഖ സിദ്ധാന്തം അല്ലെങ്കിൽ ത്രീ ഫേസസ് തിയറി ബൈ JP ഗിൽഫോർഡ്. ഇത്രയുമാണ് ആദ്യകാലങ്ങളിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ തിയറിയുടെയും ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തിയറി പഠിക്കുന്നതിന് മുന്നേ ഓർമ്മയിലിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ തിയറി നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിന് മുന്നിൽ വന്നിട്ടുള്ള തിയറിയുടെ പോരായ്മകളും അതിനെതിരെ ഉയർന്നിട്ടുള്ള എതിർവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആ തിയറിയിൽ നിന്നും അടുത്ത തിയറിയിലേക്ക് പോകുന്നത്. എന്നാൽ ചില തിയറികളിൽ തൊട്ടു മുകളിൽ വന്നിട്ടുള്ള തിയറിയുടെ സാരാംശം ഉൾക്കൊള്ളുന്നതും അതിന് പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇലാബറേറ്റ് ചെയ്യുന്നതുമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ചെറിയൊരു കാര്യം മനസ്സിൽ ഉണ്ടാക്കി വെക്കുക. വളരെ ബ്രീഫായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ തിയറിയെക്കുറിച്ചും വിശദീകരിക്കുന്നത്. എന്നാൽ ആവശ്യമായ എല്ലാ പോയിന്റ്സും ഒന്നും വിട്ടുപോകാതെ തന്നെ MCQ ടൈപ്പിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ തിയറിയിലേക്ക് കടക്കാം. ഒന്നാമത്തെ തിയറി ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏകഘടകം, യൂണിറ്ററി അല്ലെങ്കിൽ മൊണാർക്കി, അതായത് ഒരൊറ്റ പൊതുവായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ബേസിലാണ് വ്യക്തികൾ അവരുടെ ചുറ്റുപാടിനോട് പെരുമാറുന്നത്. ഒരു പൊതുബുദ്ധി അല്ലെങ്കിൽ ഒരു കോമൺ സെൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് വ്യക്തികൾ അവരുടെ എൻവയോൺമെൻറ്റിലെ ആൾക്കാരുമായിട്ട് മറ്റു വ്യക്തികളുമായിട്ട് പെരുമാറുന്നത് എന്നതാണ് ഈ തിയറിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്നു തന്നെ നമുക്ക് ഈ തിയറിയുടെ ഡിഫക്റ്റ്, പോരായ്മ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, പല വ്യക്തികൾ പല മേഖലകളിൽ തിളങ്ങുന്നുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് മ്യൂസിക്കിൽ നല്ല സെൻസ് ഉണ്ടാവും, നല്ല അറിവുള്ളവരായിരിക്കും. ചിലർക്ക് മാത്സും സയൻസും വളരെ അനായാസം പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. വേഗം ആൻസറിലേക്ക്, മാത്സിൻ്റെ ഒക്കെ കാൽക്കുലേഷൻസ് വേഗം ചെയ്യാൻ പറ്റും. മറ്റു ചിലർക്ക് ഹിസ്റ്ററിയിലെ വർഷങ്ങൾ വളരെ സിമ്പിളായി അനായാസേന ഓർമ്മിക്കാൻ പറ്റും. ചോദിക്കുമ്പോൾ തന്നെ ഒരു വർഷം ഇന്നതാണ്, ഇന്ന കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവങ്ങളാണിതെന്നൊക്കെ അവർക്ക് വേഗത്തിൽ പറയാൻ പറ്റും. അപ്പോൾ വ്യക്തികൾ ഓരോ മേഖലയിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് ഡിഫൈൻ ചെയ്യാൻ, എങ്ങനെ ഓരോ വ്യക്തികളും പല മേഖലകളിലായി തിളങ്ങുന്നു എന്ന് ഡിഫൈൻ ചെയ്യാൻ ഈ തിയറിക്ക് കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഈ തിയറിയുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഏകഘടക സിദ്ധാന്തം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജനറൽ ഇന്റലിജൻസ്, പൊതുബുദ്ധി അല്ലെങ്കിൽ കോമൺ സെൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് വ്യക്തികൾ അവരുടെ ചുറ്റുപാടുമായി പെരുമാറുന്നത് എന്നതാണ് ഈ തിയറിയിൽ പറയുന്നത്. സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് മനോഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മെന്റൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. Mind is made up of different faculties like reasoning, memory, discrimination, imagination, etc. എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നത് കുറെ ഫാക്കൽറ്റീസിനാൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് ഈ തിയറിയിൽ വാദിക്കുന്നത്. ഫാക്കൽറ്റീസ് ലൈക്ക് റീസണിങ്, മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഇമാജിനേഷൻ എന്നൊക്കെ പറഞ്ഞ ഫാക്കൽറ്റീസ്. ഇപ്പോൾ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു സംരംഭം പ്രവർത്തിച്ചു പോകണമെങ്കിൽ അവിടെ ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ടാവണം, നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ടാവണം. അങ്ങനെ പല ഘടകങ്ങളും കൂടിച്ചേർന്നിട്ടാണ് ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു സംരംഭം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ മനസ്സ് എന്ന് പറയുന്നത് കുറെ ഫാക്കൽറ്റീസിനാൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് ഈ തിയറിയിൽ വാദിക്കുന്ന കാര്യം. ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡന്റ്, എല്ലാം സ്വതന്ത്രമായാണ് അവരുടെ പ്രവർത്തനങ്ങൾ പ്രകടമാക്കുന്നത് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായിട്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പോരായ്മ ഇവിടെ തന്നെയാണുള്ളത് അല്ലേ.
ഇൻഡിപെൻഡൻ്റ് ആയാൽ എങ്ങനെ ഈ സംഭവം വർക്കൗട്ട് ആകും, എങ്ങനെ മാനസിക പ്രവർത്തനങ്ങൾ വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് വരും. റീസണിങ് എബിലിറ്റി ഇല്ലാതെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം തിരിച്ചറിയാം. ഒരു വസ്തുവിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തനാണ് എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ സാധ്യമാകണമെങ്കിൽ അവിടെ ഒരു റീസൺ വേണ്ടേ? റീസൺ ഇല്ലാതെ പറ്റുമോ? ഇല്ലല്ലോ. ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഓർമ്മകളായി മാറുമ്പോഴല്ലേ എന്തിനും ചന്തം കൂടുക. ഇപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് പോലും ഓർമ്മകളാണ് അല്ലേ? പക്ഷെ ഈ ഓർമ്മകൾ ഒന്നും തന്നെ ഒരു റീസൺ ഇല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമോ? ഇല്ലല്ലോ. ഒരു സമാനമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മളിൽ ഉണ്ടെങ്കിലാണ് അത് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് അത് തികട്ടി വരുന്നത് അല്ലേ? അപ്പോൾ ഓർമ്മകൾ എന്ന് പറയുന്നത്, മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു റീസൺ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്ന് ഫുൾ ഡേ നമ്മൾ അവരെ തന്നെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അവരെ ഓർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അവരെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഫാക്കൽറ്റീസ് ഒന്നും തന്നെ ഇൻഡിപെൻഡൻ്റ് അല്ല, എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെയുള്ള വാലിഡായ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റ് ഈ തിയറിയെ മനോഘടക സിദ്ധാന്തം, മെൻ്റൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞ ഈ തിയറിയെ എതിർക്കുകയും തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 2 തിയറീസാണ് ഏകഘടക സിദ്ധാന്തം എന്നതും മനോഘടക സിദ്ധാന്തം എന്നതും. ഏകഘടക സിദ്ധാന്തം യൂണിറ്ററി അല്ലെങ്കിൽ മൊണാർക്കിക് തിയറി എന്ന് പറയുന്നത് വ്യക്തികൾ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ബുദ്ധിയെ അടിസ്ഥാനമാക്കിയാണ് പെരുമാറുന്നത്. അതിൻ്റെ പോരായ്മകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണെന്നുള്ളത്. മനോഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞതും മൈൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്കൽറ്റീസിനാൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്, അതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് എന്നതാണ് ഈ തിയറിയിൽ വാദിക്കുന്നത്. അത് തന്നെയാണ് ആ തിയറിയുടെ പോരായ്മ എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏകഘടക സിദ്ധാന്തവും മനോഘടക സിദ്ധാന്തവും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ഇനി ചോദ്യം വരികയാണെങ്കിൽ മാർക്ക് കളയാതിരിക്കാൻ നമ്മൾ പഠിച്ചു വെച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് മറന്നു പോകാതെ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി. ചാൾസ് പിയർമാൻ ആണ് ദ്വിഘടക സിദ്ധാന്തം 2 ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ബുദ്ധി എന്നത് ഇന്റലിജൻസ് എബിലിറ്റി എന്ന് പറയുന്നത് 2ആയി തരംതിരിക്കാം. പൊതുവായ ബുദ്ധി അല്ലെങ്കിൽ ജനറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജി ഫാക്ടർ, അല്ലെങ്കിൽ അതിനെ കോമൺ എബിലിറ്റീസ് എന്നും കൂടി വിളിക്കും. അടുത്ത ബുദ്ധി എന്ന് പറയുന്നത് സവിശേഷ ബുദ്ധി അല്ലെങ്കിൽ സ്പെസിഫിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് എബിലിറ്റീസ് എന്ന് വിളിക്കുന്നു. സ്പെസിഫിക് എബിലിറ്റീസ്. പൊതുബുദ്ധി അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ, ജി ഫാക്ടർ എന്ന് പറയുന്നത് സാമാന്യ ഘടകം, എല്ലാവരിലും ഉള്ളത്, ജന്മസിദ്ധം, സ്ഥിരമായിട്ടുള്ളത്, എല്ലാ വ്യക്തികളിലും കാണുന്നതും ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്നതും സ്ഥിരമായിട്ടുള്ളതുമാണ് സാമാന്യ ഘടകം അല്ലെങ്കിൽ പൊതുവായ ബുദ്ധി എന്നറിയപ്പെടുന്നത്. ജി ഫാക്ടർ എല്ലാവരിലും കാണുന്നു, ജന്മമായി കിട്ടുന്നത്. സവിശേഷ ബുദ്ധി സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത് എസ് ഫാക്ടർ. ഓക്കെ. സവിശേഷ ബുദ്ധി അല്ലെങ്കിൽ സവിശേഷ ഘടകം എന്ന് പറയുന്നത് വ്യക്തികളിൽ സവിശേഷമായി കാണുന്നത്, അതിൻ്റെ എൻവയോൺമെന്റിൽ നിന്നും ആർജിക്കുന്നത് കൂടിയാണ് സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. വ്യക്തികൾ തമ്മിൽ എസ് ഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഫ്രം ദ എൻവയോൺമെന്റ് ഇറ്റ് വാരീസ് ഫ്രം ആക്ടിവിറ്റീസ് ടു ആക്ടിവിറ്റീസ്. ഇത് ഓരോ വ്യക്തികൾ തമ്മിൽ എസ് ഘട്ടത്തിൽ വ്യത്യാസവും ഉണ്ടാകും. ഇനി യൂണിവേഴ്സൽ ആണ് ഏത് പൊതുബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തിയറിയിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ ജി ഇൻ ആൻ ഇൻഡിവിജ്വൽ ലീഡ്സ് ടു ഗ്രേറ്റർ സക്സസ് ഇൻ ലൈഫ്. ജി ഫാക്ടർ കൂടുതലാണെങ്കിൽ ലൈഫിൽ സക്സസ് കൂടുതലായിരിക്കും എന്നുള്ള ഒരു പോയിന്റ് കൂടി ഈ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ദ്വിഘടക സിദ്ധാന്തം പൊതുവായ ബുദ്ധി, സവിശേഷ ബുദ്ധി എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ജി ഫാക്ടറും എസ് ഫാക്ടറും, ജി ഫാക്ടർ കോമൺ ആയിട്ടുള്ളത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്, എസ് ഫാക്ടർ എന്ന് പറയുന്നത് സവിശേഷമായ ബുദ്ധി, അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്നു. മുന്നേ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഒരു കള്ളന്മാരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഇരട്ട ആൺകുട്ടികൾ ജനിക്കുന്നു. അതിൽ ഒരാളെ പണത്തിന് വേണ്ടിയിട്ട് അവർ ഫോറിനേഴ്സ് ആയിട്ടുള്ള ദമ്പതികൾക്ക് വിൽക്കുകയും അവർ യൂറോപ്യൻ കൺട്രീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ 2 പേരും വളർന്നു വരുന്ന സമയത്ത് കള്ളന്മാരായിട്ടുള്ള അച്ഛനും അമ്മയുള്ള കുട്ടി
വളരുന്ന സാഹചര്യം എന്ന് പറയുന്നത് കള്ളത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മോഷണം എന്ന് പറയുന്നത് തൊഴിലാക്കുകയും ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റ് ഇരിക്കുന്നത്. എന്നാൽ മറ്റേ കുട്ടി, ഇതേ ബ്ലഡിൽ ജനിച്ച മറ്റേ കുട്ടി എന്ന് പറയുന്നത് ഗ്രീസിലെ യൂറോപ്യൻ കൾച്ചറുമായിട്ട് കണ്ടു വളരുകയും അവരുടെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവരുടെ പൊതുബുദ്ധി എന്ന് പറയുന്നത് ജി ഫാക്ടർ എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. എന്നാൽ ഇവിടെ സവിശേഷ ബുദ്ധി അവൻ്റെ എൻവയോൺമെൻറ്റ്, ഒന്ന് യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയും മറ്റേ കുട്ടി എന്ന് പറയുന്നത് ഇവിടെ കള്ളന്മാരായിട്ടുള്ള അച്ഛനും അമ്മയും ആണ്. അപ്പോൾ അവർ വളരുന്ന സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ. എസ് ഘട്ടം അവരുടെ എൻവയോൺമെൻറ്റ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർ വളർന്നു വരുമ്പോഴുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതും വ്യത്യസ്തമാകുന്നു. അപ്പോൾ സവിശേഷ ബുദ്ധി, എസ് ബുദ്ധി എന്ന് പറയുന്നത് വ്യക്തികളിൽ വ്യത്യാസമുണ്ടാവും. അവർ വളരുന്ന എൻവയോൺമെൻറ്റിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് ആ എക്സാമ്പിളിലൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത്. ഫോർത്ത്, ബഹുഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി. തൊണ്ടേഗാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ബുദ്ധിശക്തി നിരവധി വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്നതാണ്. പൊതുവായ കഴിവ് എന്നൊന്നില്ല. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൾട്ടി ഫാക്ടർ, ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു മാനസിക പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. പൊതുവായ കഴിവ് അല്ലെങ്കിൽ ജനറൽ എബിലിറ്റി എന്നൊന്നും ഇല്ല എന്നതാണ് ഈ സിദ്ധാന്തത്തിലൂടെ തൊണ്ടേഗ് വാദിക്കുന്നത്. എന്നാൽ ഒരു മാനസിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മെൻ്റൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് റിക്വയർസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് എബിലിറ്റി. ഒരുപാട് മൾട്ടി ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ട് തന്നെയാണ് ഒരു മെൻ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാനസിക പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. പൊതുവായിട്ട് ഒരു എബിലിറ്റി അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ബുദ്ധി ഇല്ല എന്ന് ആണ് ബഹുഘടക സിദ്ധാന്തത്തിൽ വാദിക്കുന്നത്. മൾട്ടി ഫാക്ടർ തിയറി, ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ ഒരു മാനസിക പ്രവർത്തനം നടക്കുന്നത്. ബഹുഘടക സിദ്ധാന്തം തൊണ്ടേഗാണ് അവതരിപ്പിച്ചത് എന്നത് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഫിഫ്ത്ത് സിദ്ധാന്തം തേഴ്സ്റ്റന്റെ സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ചില മാനസിക പ്രവർത്തനങ്ങൾ പ്രകടമാക്കുന്നതിന് മനഃശാസ്ത്രപരമായ ഒരു പ്രാഥമിക ഘടകവും ഒപ്പം പ്രവർത്തനപരമായ ഐക്യവും അവയെ മറ്റ് മാനസിക പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഗ്രൂപ്പ് ഓഫ് മെൻ്റൽ എബിലിറ്റീസ് ഉണ്ട്. ഓരോ ഗ്രൂപ്പ് ഓഫ് മെൻ്റൽ എബിലിറ്റീസ് ഉണ്ട്. ഓരോ മാനസിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് എബിലിറ്റീസ് കൂടി ചേർന്നിട്ടാണ് ഒരു മാനസിക പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ ഗ്രൂപ്പിനും ഒരു പ്രൈമറി ഫാക്ടർ ഉണ്ടാകും. ഓരോ ഗ്രൂപ്പിലും ഒരു പ്രൈമറി ഫാക്ടർ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വളരെ പെട്ടെന്ന് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ സാധ്യമാകുന്ന ഒരു വ്യക്തിയിൽ കാണുന്ന ഒരു മെൻ്റൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ ഈ മാനസിക പ്രവർത്തനത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകും. എന്നാൽ ആ ഫാക്ടേഴ്സിൽ പ്രാഥമികമായിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ് നമ്പർ ഫാക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ചില വ്യക്തികളിൽ ഇപ്പോൾ മെമ്മറീസ് വളരെ പെട്ടെന്ന് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ GS പ്രദീപിനെ പോലെയുള്ള ആൾക്കാർ എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് പെട്ടെന്ന് ഓർത്ത് വെച്ചിട്ട് തിരിച്ചത് പറയാനുള്ള ഒരു കഴിവ് കാണിക്കുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എബിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് മെമ്മറി ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകും. ആ ഫാക്ടേഴ്സ് എല്ലാം കൂടി പ്രവർത്തിച്ചിട്ടാണ് മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം സാധ്യമാകുന്നത്. മാനസിക പ്രവർത്തനങ്ങൾ പ്രകടമാക്കുന്നതിന് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടുണ്ടാവും. അതിലൊരു പ്രധാനമായിട്ടൊരു പ്രാഥമിക ഫാക്ടർ ഉണ്ടാകും. ആ ഒരു പ്രാഥമിക ഫാക്ടറാണ് മറ്റ് മാനസിക പ്രവർത്തനങ്ങളിൽ നിന്നും അവയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ തേഴ്സ്റ്റന്റെ സംഘഘടക സിദ്ധാന്തത്തിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ കുറേ ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിലൊരു പ്രൈമറി ഫാക്ടറും ഉണ്ടാകും. കാൽക്കുലേഷൻസ് വളരെ എളുപ്പം സാധ്യമാകുന്നവരിലാണ് നമ്പർ ഫാക്ടർ ഉണ്ടാകും. മെമ്മറീസിലാണെങ്കിൽ മെമ്മറി ഫാക്ടർ ഉണ്ടാവും. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രാഥമിക ഫാക്ടറും ഗ്രൂപ്പ് ഫാക്ടറും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്പർ ഫാക്ടർ, മെമ്മറി ഫാക്ടർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ, ഒരു 8 ഫാക്ടേഴ്സിനെ തേഴ്സ്റ്റൺ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 എക്സാമ്പിൾ മാത്രം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓർത്തിരിക്കുക, സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തേഴ്സ്റ്റൺ ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ് 3 ഫേസസ് തിയറി.
ബുദ്ധിപരമായ കഴിവുകളെ അദ്ദേഹം ത്രിമാന രൂപത്തിൽ അവതരിപ്പിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദ്വിഘടക സിദ്ധാന്തത്തിൽ 2 ഘടകം, ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൽ ത്രിമാന രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ബുദ്ധിപരമായ കഴിവുകൾ 3 തലങ്ങളിൽ അല്ലെങ്കിൽ 3 മാനങ്ങളിലായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. 3 ഘടകം എന്ന് പറയുന്നത്, ത്രിമുഖങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ മാനസിക പ്രക്രിയകൾ ഓപ്പറേഷൻസ്, സെക്കൻഡ് വൺ ഉള്ളടക്കം കണ്ടന്റ്, തേർഡ് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ്. ഇത് 3ഉം ഓർത്തിരിക്കുക. ത്രിമുഖങ്ങൾ എന്ന് പറയുന്നത് മാനസിക പ്രക്രിയകൾ ഓപ്പറേഷൻസ് പലതരത്തിൽ നടക്കാം, ഉള്ളടക്കം അതിനൊരു ഉള്ളടക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൻ്റെ ലാസ്റ്റ് മാനസിക പ്രകടനം എങ്ങനെയാണോ കാഴ്ചവെക്കുന്നത് അതിനെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്ന് നമ്മൾ വിളിച്ചു. ഇനിയും ഈ പറയുന്ന മാനസിക പ്രക്രിയകളെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ചിന്ത, കൊഗ്നിഷൻ. 2 വേർഡും ഓർത്തിരിക്കണം കേട്ടോ, ചിന്ത എന്നതും കൊഗ്നിഷൻ എന്ന വേർഡും ഓർത്തിരിക്കുക. സെക്കൻഡ് വൺ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി. തേർഡ് വിവ്രജന ചിന്തനം അല്ലെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ്. സംവ്രജന ചിന്ത, ഏകമുഖ ചിന്ത, കൺവേർജന്റ് തിങ്കിങ്. ഫിഫ്ത്ത് വൺ വിലയിരുത്തൽ അല്ലെങ്കിൽ ഇവാലുവേഷൻ. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻ്റ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്നും വളരെ ഡൈവേർജൻ്റ് ആയിട്ട് പോകുന്നത്. കൺവേർജൻ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിലേക്ക് വരുന്നത്. അപ്പോൾ മാനസിക പ്രക്രിയകൾ 5 എണ്ണാന്നുള്ളത്: ചിന്ത, ഓർമ്മ, വിവ്രജന ചിന്തനം, സംവ്രജന ചിന്തനം, വിലയിരുത്തൽ എന്നിങ്ങനെ. ഈ 5 പോയിന്റ്സും ഓർത്തിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നിട്ടുള്ളത്. അടുത്തത് ബുദ്ധിമാപനം അല്ലെങ്കിൽ മെഷർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ആൽഫ്രഡ് ബിനെ ആണ് ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ആൽഫ്രഡ് ബിനെ എന്ന ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ തിയോഡർ സൈമനുമായി ചേർന്ന് ബുദ്ധിശോധകം തയ്യാറാക്കി. 30 ചോദ്യങ്ങൾ രൂപപ്പെട്ട ഈ ബുദ്ധി പരീക്ഷയെ ബിനെ സൈമൺ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അളക്കാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത ബുദ്ധിശോധകമാണ് 30 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബുദ്ധി പരീക്ഷ എന്ന് പറയുന്നത്. അതിൽ കിട്ടുന്ന എത്രയാണോ അതിൽ മാർക്ക് കിട്ടുന്നത് അതിൻ്റെ ബേസിലാണ് അവർ എത്രയാണ് ബുദ്ധി അല്ലെങ്കിൽ IQ എന്നത് അവർ തെളിയിക്കുന്നത്. അപ്പോൾ ആൽഫ്രഡ് ബിനെയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്ന് പറയുന്നത്. ആൽഫ്രഡ് ബിനെയും കൂടി തയ്യാറാക്കിയ 30 ചോദ്യങ്ങൾ അടങ്ങിയ ബുദ്ധിശോധകത്തെ ബിനെ സൈമൺ സ്കെയിൽ എന്ന് അറിയപ്പെടുന്നു. ഇനി എങ്ങനെയാണ് ബുദ്ധിമാനം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഎഫിഷ്യൻ്റ് IQ എന്നത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇൻ്റലിജൻസ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ IQ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബുദ്ധിമാപനം എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് കണ്ടെത്തിയതും അതിനുള്ള ശ്രമം ആദ്യമായി നടത്തിയതും ആൽഫ്രഡ് ബിനെയാണ്. എന്നാൽ ബുദ്ധിമാനം അല്ലെങ്കിൽ ബുദ്ധിമാപനം എന്ന് പറയുന്ന ടേം ആദ്യമായി കൊണ്ടുവന്നത് ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ വില്യം സ്റ്റേൺ ആണ്. ബുദ്ധിയെക്കുറിച്ച് ആദ്യമായി പഠിച്ചതും അതിനുള്ള ശ്രമം ആദ്യമായി നടത്തിയതും ആൽഫ്രഡ് ബിനെയാണ്. എന്നാൽ ആ ടേം ബുദ്ധിമാപനം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് വില്യം സ്റ്റേൺ ആണ്. അതൊന്നും മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ബുദ്ധിമാനം അല്ലെങ്കിൽ IQ ഇൻ്റലിജൻസ് കോഎഫിഷ്യൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മാനസിക വയസ്സ് MA, കാലിക വയസ്സ് CA. മാനസിക വയസ്സ് MA, കാലിക വയസ്സ് CA തമ്മിലുള്ള അനുപാതത്തിൻ്റെ ശതമാന രൂപമാണ് ബുദ്ധിമാനം എന്ന് പറയുന്നത്. ബുദ്ധിമാനം IQ = MA/CA × 100. അതിൻ്റെ അനുപാതത്തിൻ്റെ MAയുടെയും CAയുടെയും അനുപാതത്തിൻ്റെ ശതമാന രൂപമാണ് ബുദ്ധിമാനം എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. 4ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികൾ ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ അവരുടെ ബുദ്ധിമാനം താഴെ കാണും വിധമായിരിക്കും. എന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം നമുക്ക്. 4ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ കാലിക വയസ്സ് എന്ന് പറയുന്നത് CA എന്ന് പറയുന്നത് 4ഉം, ആദ്യത്തെ കുട്ടിയുടെ 4ഉം രണ്ടാമത്തെ കുട്ടിയുടെ കാലിക വയസ്സ് എന്ന് പറയുന്നത് 5ഉം. അവരുടെ പ്രായം 4ഉം 5ഉം. അവർ ബുദ്ധി പരീക്ഷയിൽ നേടിയെടുത്ത മാനസിക വയസ്സ് എന്ന് പറയുന്നത് 5ഉമാണ് അല്ലേ. ഇനി അവരുടെ ബുദ്ധിമാനം കണ്ടുപിടിക്കുക. അപ്പം ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. ഓക്കെ, ആദ്യത്തെ കേസിൽ 4 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിമാനം എന്ന് പറയുന്നത് ഫസ്റ്റ് MA എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. MA എന്ന് പറയുന്നത് 5/4 × 100. ആൻസർ എത്ര വരും?
125 ആയിരിക്കും ആ കുട്ടിയുടെ IQ ഇൻ്റലിജൻസ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ബുദ്ധിമാനം എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ 5 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിമാനം, അപ്പം MA എന്ന് പറയുന്നത് 5 തന്നെ തന്നിട്ടുണ്ട്. കാലിക വയസ്സ്, ആ കുട്ടിയുടെ യഥാർത്ഥ വയസ്സ് എന്ന് പറയുന്നത് 5. അപ്പം 5/5 × 100 പറയുമ്പോൾ ആൻസർ 100. അപ്പോൾ ബുദ്ധിമാനം എന്ന് പറയുന്നത് ആദ്യത്തെ കുട്ടിയിൽ 125ഉം രണ്ടാമത്തെ കുട്ടിയിൽ 100ഉം. CA എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ പ്രായം എത്രയാണോ അത്. MA എന്ന് പറയുന്നത് ബുദ്ധി പരീക്ഷയിൽ നമ്മൾ നേടിയെടുക്കുന്ന വയസ്സ്. ബുദ്ധി പരീക്ഷയ്ക്ക് നമ്മൾ ആൻസർ കൊടുത്ത് എത്രയാണോ നമ്മൾക്ക് മാർക്ക് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ മാനസിക വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ താഴെ പറയും വിധം വർഗീകരിച്ചിരിക്കുന്നു. 30 ചോദ്യങ്ങളിൽ 30ൽ താഴെ മാർക്കാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളതെങ്കിൽ നമ്മൾ ജഡബുദ്ധി, ഇഡിയറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ ജഡബുദ്ധി അല്ലെങ്കിൽ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നു. 30 മുതൽ 50 വരെ ആണ് മാർക്ക് ലഭ്യമാകുന്നത് എങ്കിൽ ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബെസൈൽ എന്ന് പറയുന്നു. 50 to 70 റേഞ്ചിലാണ് നമ്മുടെ IQ ഉള്ളതെങ്കിൽ നമ്മൾ മൂഢബുദ്ധി എന്നറിയപ്പെടുന്നു. 70 to 85 റേഞ്ചിലാണ് നമ്മുടെ ഇൻ്റലിജൻസ് കോഎഫിഷ്യൻ്റ് IQ ലെവൽ ഉള്ളതെങ്കിൽ നമ്മൾ മന്ദബുദ്ധി എന്ന്. 85 to 115 ആണ് നമ്മുടെ റേഞ്ച് എങ്കിൽ നമ്മൾ ശരാശരി ആവറേജിൽ പെടുന്നു. 115 to 130 ആണ് നമ്മുടെ റേഞ്ച് IQ റേഞ്ചെങ്കിൽ ശ്രേഷ്ഠ ബുദ്ധി സുപ്പീരിയർ എന്നറിയപ്പെടുന്നു. 130ക്ക് മുകളിലാണെങ്കിൽ ദിഷണശാലി അല്ലെങ്കിൽ ജീനിയസ്, ഗിഫ്റ്റഡ് എന്ന് വിളിക്കുന്നു. അപ്പം 130ക്ക് മുകളിലാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന, ഒരു മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഒരു മാർക്ക് ഒരിക്കലും കളയരുത്, പഠിച്ചിരിക്കുക. ഇത് ശരാശരിയൊക്കെ 85 to 115, 115 to 13 ശ്രേഷ്ഠ ബുദ്ധി അല്ലെങ്കിൽ സുപ്പീരിയർ, 130ക്ക് മുകളിലാണെങ്കിൽ ജീനിയസ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് ആദ്യകാലങ്ങളിൽ വന്നിട്ടുള്ള ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാറ്റൽസിൻ്റെ 2 ഫാക്ടർ തിയറി, കാറ്റലിൻ്റെ ബുദ്ധി വിഭജനവും സ്റ്റേൺബർഗിൻ്റെ ട്രയാക്കിക് തിയറിയും അതുപോലെ തന്നെ ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു 3 തിയറി കൂടി നമുക്ക് പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, IQ നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല. ഓപ്ഷൻ A MA/CA × 100, ഓപ്ഷൻ B CA/MA × 100, ഓപ്ഷൻ C CA × MA/100, ഓപ്ഷൻ D MA × CA/100. ആൻസർ ഓപ്ഷൻ A MA/CA × 100, മാനസിക വയസ്സ് കാലിക വയസ്സ് × 100. നെക്സ്റ്റ് ചോദ്യം, MA = 7. മാനസിക വയസ്സ് എന്ന് പറയുന്നത് 7, കാലിക വയസ്സ് എന്ന് പറയുന്നത് 10. IQ എത്ര? 10 വയസ്സുള്ള ഒരു കുട്ടി ബുദ്ധി പരീക്ഷയിൽ നേടിയ സ്കോർ എന്ന് പറയുന്നത് 7. മാനസിക വയസ്സ് 7/10 × കാലിക വയസ്സ് എന്ന് പറയുന്നത് 10. അപ്പം 10/100 അപ്പോൾ എത്ര വരിക? 70 ആണ് ആൻസർ. അപ്പോൾ ആൻസർ 70. ഓക്കെ. തേർഡ് ചോദ്യം, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോഴുള്ള ബുദ്ധിമാനം. ഓപ്ഷൻ A തുല്യം, ഓപ്ഷൻ B കൂടുതൽ, ഓപ്ഷൻ C കുറയും, ഓപ്ഷൻ D വ്യത്യാസം വരുന്നില്ല. അപ്പം നമ്മുടെ IQ എന്ന് പറയുന്നത് MA/CA × 100. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷനിൽ എന്താ സംഭവിക്കുക? CA കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? CA കൂടുമ്പോൾ IQ കുറയും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. CA കൂടുമ്പോൾ IQ കുറയും എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറയും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ തൊട്ട് മുന്നിൽ ചെയ്ത CA 10, കാലിക വയസ്സ് 10, അപ്പോൾ 100 70. അപ്പം ഇവിടെ ചോദ്യം CA കൂടുതൽ 8 വയസ്സും CA കൂടി 20 × 100. അപ്പോൾ എത്രേ? 20ൽ 100 എന്ന് പറയുന്നത് 5, 45. അപ്പോൾ 10 കാലിക വയസ്സ് 20ലേക്ക് എത്തുമ്പോഴേക്ക് IQ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുക. അപ്പോൾ CA കൂടുമ്പോൾ IQ കുറയും. അപ്പോൾ MA കൂടുന്നതാണ് ചോദ്യമെങ്കിലോ MA കൂടുമ്പോൾ IQ കൂടും. ഓർത്തിരിക്കുക,
MA കൂടുമ്പോൾ IQ കൂടും, CA കൂടുമ്പോൾ IQ കുറയും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, IQ കൂടിയിരിക്കുന്നത് ഓപ്ഷൻ എ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ഓപ്ഷൻ ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ഓപ്ഷൻ സി രണ്ടും തുല്യമായിരിക്കുമ്പോൾ, ഓപ്ഷൻ ഡി ശാരീരിക വയസ്സ് കൂടുതലും തുല്യവുമാകുമ്പോൾ. തൊട്ടു മുന്നേയുള്ള ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. IQ കൂടിയിരിക്കുന്നത് എപ്പോഴാണ്? മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. ശാരീരിക വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ് എന്നും പറയാം കേട്ടോ, കൺഫ്യൂഷൻ വരാൻ പാടില്ല. ശാരീരിക വയസ്സ് എന്ന് പറയാം, കാലിക വയസ്സ് എന്നും പറയാം. അപ്പോൾ മാനസിക മുകളിൽ MA കൂടുമ്പോൾ IQവും കൂടുന്നു. അടുത്ത ചോദ്യം, IQ നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ, ഓപ്ഷൻ സി ഗിൽഫോർഡ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ. ചില ആൾക്കാർ ഇതിൻ്റെ ഉത്തരം വില്യം സ്റ്റേണിലേക്ക് പോയിട്ടുണ്ടാകും. വില്യം സ്റ്റേൺ ആരാണ്? IQ എന്ന് പറയുന്നത് ബുദ്ധിമാനം അല്ലെങ്കിൽ ബുദ്ധിമാപനം എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ പദം കോയിൻ ചെയ്തതാണ് വില്യം സ്റ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, മാറിപ്പോകരുത് ഒരിക്കലും. നെക്സ്റ്റ് ചോദ്യം, ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത്? ഓപ്ഷൻ എ യൂണിറ്റ്, ഓപ്ഷൻ ബി ക്ലാസസ്, ഓപ്ഷൻ സി കൊഗ്നിഷൻ, ഓപ്ഷൻ ഡി സിസ്റ്റംസ്. ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തതാണ് കൊഗ്നിഷൻ. കൊഗ്നിഷൻ എവിടെ വരുന്ന കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. കൊഗ്നിഷൻ എന്ന് പറയുന്നത് മാനസിക പ്രക്രിയകളിൽ വരുന്ന കാര്യമാണ് കൊഗ്നിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching.